നന്നാകണമെന്നുണ്ട്, നന്നാകണം. അതേ സീരിയല് കാണുന്നത് നിർത്തണം. അതാ ശരീരം മറച്ചുകൊണ്ട് അള്ളാനെ പേടിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പറ്റുന്നില്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, പറ്റുന്നില്ലെന്ന് പറയുന്ന പെങ്ങള്, നന്നാകണോ മോള്, നന്നാകണോ ചെറുപ്പക്കാരാ? കള്ളുകുടി മാറണോ? കഞ്ചാവടിക്കുന്നത് മാറണോ? ദുസ്വഭാവങ്ങൾ മാറണോ? നിസ്കരിക്കുന്നവനാകണോ? നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റിയിട്ട് നിനക്ക് നന്നാകാൻ ആഗ്രഹമുണ്ടോ? 5 നയാ പൈസയുടെ ചെലവില്ല, 1 രൂപയുടെയും ചെലവില്ലാതെ നന്നാകാം. നിങ്ങൾക്ക് നന്നാകാൻ പറ്റുന്ന ഒരു എളുപ്പവഴി പറയട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നന്നാകാനുള്ള എളുപ്പവഴി ഡോക്ടറെ കാണണ്ട, വയല് കേൾക്കണ്ട, നീ എല്ലാ ദുസ്വഭാവങ്ങളും മാറി നിനക്ക് നന്നാകണോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരികയാണ്. ചെറുപ്പക്കാരനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് നന്നാകണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ്? അബൂദർ എന്ന് പറയുന്ന സ്വഹാബി വന്നു ചോദിക്കുകയാ. കള്ളുകുടിയനായിരുന്നില്ല, വ്യഭിചരിക്കുന്നവനായിരുന്നില്ല, പലിശ തിന്നുന്നവനായിരുന്നില്ല, നിസ്കരിക്കാത്തവനായിരുന്നില്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി മോശക്കാരനായിരുന്നില്ല. ആരാ അബൂദർ എന്നറിയോ? ആരാ അബൂദർ എന്നറിയോ? അബൂദറിന്റെ മഹത്വം എന്താണെന്നറിയോ? അബൂദർ സാധാരണ ഒരു സഹാബിയല്ല. അള്ളാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാം നിബിതങ്ങളും ജിബ്രീലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവാചകനും ജിബ്രീൽ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് കടന്നു വന്നത്. അള്ളാന്റെ റസൂലിന്റെ മുമ്പിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ നടന്നു പോവുകയാണ്. അബൂദർ നടന്നു പോവുകയാണ്. അബൂദർ ചിന്തിച്ചു, അല്ലാഹ്, നിബിതങ്ങൾ എന്തോ വലിയ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇടയിൽ കയറി സലാം പറഞ്ഞു പ്രയാസപ്പെടുത്തണ്ട. അബൂദർ മിണ്ടാതെ നടന്നു പോയടോ, അബൂദർ മിണ്ടാതെ നടന്നു പോയടോ. അപ്പോഴാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? സലാം പറഞ്ഞില്ലല്ലോ, സലാം പറഞ്ഞില്ലല്ലോ. അബൂദർ സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അള്ളാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെടുകയാണ്. ചോദിച്ചതാരാ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ചോദിക്കുന്നത്. അത് അബൂദർ അല്ലേ നബിയേ? സലാം പറഞ്ഞില്ല. ഇത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞതെന്നത്? ഈ അബൂദറിനെ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? ഈ അബൂദറിനെ ഈ മദീനക്കാർക്ക് പോലും അറിയാത്ത സഹാബിയാ. ഈ മദീനക്കാർക്ക് പോലും ഈ അബൂദറിനെ പരിചയമില്ല. ആ സമയത്ത് നിനക്ക് എങ്ങനെയാണ് പരിചയം? നബി തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന് പറഞ്ഞ മലക്ക് പറയുകയാണ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്ഉ അസ്റഫിൽ അർളി യാ റസൂലല്ലാഹ്, ഈ ഭൂമിയിലുള്ളവർക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും 7 ആകാശത്തിലുള്ള അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല, അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള VIP ആണ് അബൂദർ. ഈ അബൂദറാണ് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, എനിക്ക് ഇബാദത്തുകൾ അധികരിപ്പിക്കണം നബിയേ,
ഒരുപാട് നന്മകൾ ചെയ്യണം നബിയെ, അതിനൊരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ നന്നാകാൻ ആഗ്രഹമുള്ള വാപ്പമാരോട് പറയുകയാ, നന്നാകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നീ പറയുമല്ലോ നിനക്ക് വല്ലാത്ത ധൈര്യമാണെന്ന്. ഞാൻ പേടിയില്ലാത്തവനാ ഉസ്താദ്. ഏതു പാതിരാത്രി 12 മണിയാകട്ടെ, 1 മണിയാകട്ടെ, 2 മണിയാകട്ടെ, ഏത് ഇടവഴിയിലൂടെയും പേടിയില്ലാതെ നടന്നു വരാൻ എനിക്ക് ധൈര്യമാണ്. നീ അത്ര വലിയ ധൈര്യശാലിയാണെങ്കിൽ നിനക്ക് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. പാതിരാത്രി 12 മണിക്കല്ല, നാളെ രാവിലെ എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടുമ്പോ ഇവിടത്തെ പള്ളിയിലേക്ക് നിനക്കൊന്ന് പോകാൻ കഴിയുമോ? ഈ വഅദ് കേൾക്കാമെന്നവരോട് ചോദിക്കുകയാ, നാളെ പകല് നിനക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ നിനക്ക് ഇവിടത്തെ പള്ളിയിലേക്കൊന്ന് പോകാൻ കഴിയുമോ? പടച്ചവനെ, പള്ളിയുടെ സൈഡിൽ ഒരു ഖബർസ്ഥാൻ കാണാ. ആ ഖബർസ്ഥാനിലേക്ക് പാതിരാത്രി 2 മണിക്കല്ല നിനക്കൊന്ന് ഒറ്റയ്ക്ക് കടന്നു പോകാൻ കഴിയുമോ? എല്ലാ പള്ളികളിലും പടച്ചവനെ ഒരു ഖബർ നേരത്തെ കുഴിച്ചിറാറുണ്ടല്ലോ. നീ ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ആ ഖബറിന്റെ ചാരത്ത് ഒറ്റയ്ക്ക് ചെന്നിട്ട് ആ ഖബറടച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ മുഴുവനും എടുത്തൊന്നു മാറ്റിയിട്ട് നിനക്ക് ആ ഖബറിനകത്തിറങ്ങാ ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? നിനക്ക് ആ ഖബറിനകത്ത് ഒറ്റയ്ക്കൊന്ന് ഇറങ്ങിയിട്ട് പാതിരാത്രി 2 മണിക്കല്ല, പകല് സമയത്ത് ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് നിനക്കിറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കൈകാലുകൾ വിറയ്ക്കാതെ, ശരീരം വിയർക്കാതെ, ഹൃദയം പിടയാതെ ഒരു 10 മിനിറ്റ് ഒറ്റയ്ക്ക് ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്തിരിക്കാൻ ആർക്കാ ധൈര്യമുള്ളത്? ആർക്കാ സഹോദരാ ധൈര്യമുള്ളത്? അത്രയും ചങ്കൂറ്റമുള്ള ആരാവുള്ളത്? ഒന്ന് പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് പോയിട്ട് നിനക്കൊന്നിരിക്കാൻ പറ്റുമോ? സഹോദരാ, കൈ വിറയ്ക്കുമടോ, കാല് വിറയ്ക്കുമടോ, കൈകാലുകൾ വിറയ്ക്കുകയാണ്, ശരീരം വിയർക്കുകയാ. കാരണം ഖബറാമോനെ, ഖബറാമോനെ. അതുകൊണ്ട് ഖബറിലിറങ്ങല്ലേ, ഖബറിലിറങ്ങല്ലേ. ആ ഖബറിന്റെ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് ആ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിലേക്കൊന്നു നോക്ക്, ചുറ്റുഭാഗമൊന്നു നോക്ക്. ഖബറിന്റെ ആഴമ സോദരാ നീ നോക്ക്, അതിലേക്ക് നിന്നെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരുക്കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? ഇതുപോലെ ഒരു വീട് കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? നന്നാകണോ? ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ചെല്ലടാ ചെറുപ്പക്കാരാ. ഈ നാട് വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരെ കാണാം. ഈ നാട് വിറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുപാട് സുന്ദരിമാര് എടോ അതാ ഓരോ ഖബറിന്റെ മുകളിലും ഒരു ചെടി ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത് കാണാമല്ലോ. ആരും വളമിടാറില്ല, ആരും വെള്ളമൊഴിക്കാറില്ല. എന്നിട്ടും ആ മൈലാഞ്ചി ചെടി നെഞ്ച് വിരിച്ച് നിൽക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ആ മൈലാഞ്ചി ചെടി നിന്നോട് പറഞ്ഞു തരും, എന്റെ താഴെ കിടക്കുന്നവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ടാണ് ഞാനിങ്ങനെ നെഞ്ച് വിരിച്ച് നിൽക്കുന്നതെന്ന് ആ ചെടികൾ പോലും നിന്നോട് പറഞ്ഞു തരുമടോ. അതുകൊണ്ട് നന്നാകണോ ചെറുപ്പക്കാരാ. സുനിൽ ഖുബൂർ ഖബർ സിയാറത്ത് ചെയ്ത പള്ളിപ്പറമ്പിൽ പോയാ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ
നീ അവിടെ പോകണ്ട, നീ അവിടെ പോകാറില്ലല്ലോ, നിന്നെ കൊണ്ടുപോകാറല്ലേ ഉള്ളൂ. നിനക്ക് നന്നാകണോ, നിന്റെ സീരിയൽ പ്രേമം മാറണോ, നിന്റെ ദുസ്വഭാവങ്ങൾ മാറണോ, ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നറിഞ്ഞാൽ, ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നറിഞ്ഞാ മരണ വീട്ടിൽ പോകണേ, മയ്യത്ത് കാണാനല്ല. എവിടെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്, എവിടെയാണ് ജനാസ കുളിപ്പിക്കുന്നത്? ആ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു കഴിഞ്ഞ അവിടെയൊന്ന് കേറു പെങ്ങള്. ഈ നാട് വിറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുത്തിയുടെ കിടപ്പ് കാണാ, തലമറയ്ക്കാൻ മടിയുള്ള ആണുങ്ങളുടെ മുമ്പിലൂടെ സുഖിച്ച് നടന്നിരുന്ന, ആസ്വദിച്ച് നടന്നിരുന്ന ഒരുത്തിയുടെ കിടപ്പ് നിനക്ക് കാണാ. ആ രംഗം കണ്ട നിന്റെ ജീവിതത്തിൽ മാറ്റം വരും പെങ്ങള്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, കുടിച്ചിട്ട ഖബറ് കാണിച്ചു കൊടുത്തിട്ട് അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ, നമ്മൾക്കും വരും സ്വഹാബാ, നമ്മൾക്കും വരും സഹോദരാ. പെങ്ങളെ, നിനക്കും ഇതുപോലെ ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, എന്തായാലും നമ്മളെല്ലാവരും മരിക്കുമടോ. നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്, ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും ഒരു കാര്യത്തിൽ വല്ലാത്ത വിശ്വാസമാണ്. എന്താണ് വിശ്വാസമെന്നറിയോ? ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം നമ്മളെല്ലാം പോകുമെന്ന്, നമ്മളെല്ലാവരും മരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും മരിക്കും, മരണത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം മരണമുണ്ടെന്ന് പറഞ്ഞതാരാ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് യാത്ര പറയും. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കൂലേ? മരിക്കുമോ ഇല്ലേ? വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. മരിക്കൂന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എടാ ചങ്ങാതി, നീ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും നിന്നെ അസ്റായീൽ പൊക്കും. നീ ആലോചിക്കുക പൊക്കണോ വേണ്ടയെന്ന്. എടോ, കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിൽ അസ്റായീൽ നിന്നെ കൊണ്ടുപോകും. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. എല്ലാരും പറയുന്ന നിസ്കാരമുണ്ടെന്നല്ലേ? എല്ലാവരുടെ ധൈര്യം, ഞാൻ നിസ്കരിക്കുന്നവനാ, അപ്പൊ എനിക്ക് അല്ലാഹുവിന് നല്ല മരണം തരുമെന്ന് കരുതിയിട്ട് ഉറപ്പിച്ചു നടക്കുന്ന വാപ്പയോട് നിനക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും അറിയുമോ? എന്റെ പെങ്ങളോട് ചോദിക്കട്ടെ, നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയോ? ഞാൻ നിനക്കൊരു നിസ്കാരം പറഞ്ഞു തരാ, ഞാൻ നിനക്കൊരു നിസ്കാരം പറഞ്ഞു തരാ. ജീവിതത്തിൽ ഇങ്ങനെ ഒരു വഖത്ത് നീ നിസ്കരിച്ചിട്ടുണ്ടോ? ഈ പ്രായമായവരോട് ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിലെ ഒരു വിരൽ പഴുത്തു, കാലിലെ ഒരു വിരൽ പഴുത്തു. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന് വേദനയായി. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് ഈ വിരല് മുറിച്ചു മാറ്റണം തങ്ങള്, ഈ വിരല് മുറിച്ചു മാറ്റണം തങ്ങള്, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും, പിന്നെ വലിയ പ്രയാസമാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹു കാര്യമാക്കിയില്ല. ഉർവ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഈ വിരല് മുറിച്ചു മാറ്റണം, പഴുപ്പായി അത് കാൽപത്തിയിലേക്ക് പടർന്നു കയറും, വലിയ പ്രയാസമാ. ഉർവ റളിയല്ലാഹു തആല അൻഹു കാര്യമാക്കിയില്ല. കാല് പഴുത്തു, പഴുപ്പ് മുകളിലേക്ക് കയറാൻ തുടങ്ങി, വേദനയായി. ഉർവ റളിയല്ലാഹു തആല അൻഹു പിന്നെയും വൈദ്യന്മാരെ കാണിച്ചു. അവര് പറഞ്ഞു, തങ്ങളെ അന്നേ പറഞ്ഞതാ കാലിന്റെ ഒരു വിരല് മുറിക്കാൻ, ഇപ്പൊ കാൽപത്തി മുഴുവനും മുറിക്കേണ്ട അവസ്ഥയെത്തി. പഴുപ്പ് മുകളിലേക്ക് കയറി, ഇപ്പൊ കാൽപത്തി മുറിക്കണം. ഉർവ റളിയല്ലാഹു തആല അൻഹു അപ്പോഴും തയ്യാറായില്ല, കാര്യമാക്കിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴുപ്പ് മുകളിലോട്ട് കയറി, കാലിന് വല്ലാത്ത വേദന. വൈദ്യന്മാര് പറഞ്ഞു, ഇനി കാലിന്റെ മുട്ടിന്റെ താഴെ വെച്ച് മുറിക്കണം.
പഴുപ്പ് മുകളിലേക്ക് കയറി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി കാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് വെച്ച് മുറിക്കണം. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക്, ഇനിയെങ്കിലും ഞങ്ങളൊന്ന് പറയുന്നത് കേൾക്ക്. അവസാനം ഉറുവ റളിയല്ലാഹു തആല അൻഹു കാല് മുറിക്കാൻ സമ്മതിച്ചു. പെങ്ങളെ, വൈദ്യന്മാര് കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. അതാ കള്ളു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്, ലഹരി കൊണ്ടുവന്ന് കള്ളു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇതൊന്ന് കുടിക്കണം തങ്ങള്, ഇതൊന്ന് കുടിക്കണം തങ്ങള്. ഉറുവ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, എന്തിനാ ഞാൻ കള്ളു കുടിക്കുന്നത്? തങ്ങള്, വേദന അറിയാതിരിക്കാനാ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ കാല് മുറിക്കുന്നതിന്റെ വേദന അല്പം കുറവ് കിട്ടുമല്ലോ, അറിയാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് കള്ള് കുടിക്കാൻ പറയുമ്പോ ഉറുവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരിക്കലും ഞാൻ കള്ള് കുടിക്കൂല, ഒരിക്കലും ഞാനതിന് തയ്യാറാകില്ല. അവര് പറഞ്ഞു, പിന്നെ എങ്ങനെ മുറിക്കും തങ്ങള്? ഈ കാല് മുറിക്കുന്നത് വല്ലാത്ത വേദനയാണ്. പച്ചയായ ഒരു മനുഷ്യന്റെ കാലെങ്ങനെ വെട്ടി മുറിക്കാനാണ്? ഉറുവതങ്ങള് പറഞ്ഞു, ഞാനതിനൊരു വഴി പറഞ്ഞു തരാ. പെങ്ങളെ, ഉറുവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഞാൻ 2 റക്അത്ത് നമസ്കരിക്കാം, ഞാൻ ഒളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാ പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ കാല് മുറിച്ചു മാറ്റിക്കോ. സുബ്ഹാനല്ലാഹ്. ഉറുവ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സമ്മതിക്കുകയാണ്. പടച്ചവനെ ഒളുവെടുത്തു, അതാ മുസല്ലയിലേക്ക് കയറി നിന്നു. അല്ലാഹുനായി ഉറുവതങ്ങൾ ഓതുകയാണ്. ഏത് സൂറത്താ ഓതിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുസമ്മിൽ അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ബഹു അബ്ൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. ഉറുവതങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോ വൈദ്യന്മാര് മനസ്സിലാക്കി, ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലങ്ങ് വെട്ടി മുറിക്കുകയാ. സിനിമാ കഥയല്ലടാ ചെറുപ്പക്കാരാ, ഇതേതെങ്കിലും ഒരു കള്ളക്കഥയല്ല പറയുന്നത്. ഉറുവതങ്ങളുടെ ചരിത്രം ആർക്ക് വേണമെങ്കിലും എടുത്തു വായിച്ചു നോക്കാം. നമസ്കരിച്ചു കൊണ്ടിരുന്ന ഉറുവതങ്ങള് അതപ്പോ ഉറുവ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതി നിസ്കാരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടത്തെ കാൽപ്പത്തി ഉണ്ടല്ലോ, കാലിന്റെ മുട്ടിന്റെ താഴെ വെച്ച് അവിടെ നിന്ന് മുറിച്ചു മാറ്റുകയാണ്. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴുകുന്നത് പോലെ ഉറുവതങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. എന്തു ചെയ്തിട്ടും രക്തം നിൽക്കുന്നില്ല, എന്തു ചെയ്തിട്ടും രക്തം നിൽക്കുന്നില്ല. പടച്ചവനെ, വൈദ്യന്മാരെന്തു ചെയ്തെന്നറിയുവോ? സൈത്തണ്ണ തിളപ്പിക്കുകയാണ്. രക്തം പെട്ടെന്ന് നിൽക്കാനുള്ള ഒരു വഴിയായി അവര് ചെയ്തിരുന്നത് തിളപ്പിച്ച സൈത്തണ്ണ മുക്കുകയാ. സൈത്തണ്ണ കൊണ്ടുവന്ന് തിളപ്പിക്കുകയാണ്. ആ എണ്ണ നല്ലതുപോലെ തിളച്ചു കഴിയുമ്പോ നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലുണ്ടല്ലോ, ആ കാലിലേക്ക് തിളച്ച എണ്ണയങ്ങ് മുക്കുകയാ. അടുക്കളയിൽ കടുക് പറക്കുമ്പോ ഒരു തുള്ളി എണ്ണയെങ്ങാടെ തെറിച്ച സഹിക്കാൻ കഴിയാത്ത പെങ്ങള് ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ചു മാറ്റിയ കാലുണ്ടല്ലോ, ആ കാലിലേക്ക് തിളച്ച എണ്ണയങ്ങ് മുക്കുകയാ. അറിഞ്ഞില്ല ഉമ്മ, അറിഞ്ഞില്ല ഉമ്മ. നിസ്കാരത്തിലാ ഉപ്പ ഉറുവതങ്ങൾ ഓതുന്ന ആയത്തേതെന്നറിയുവോ? സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ പാരായണം ചെയ്യുകയാ. ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തിങ്ങനെ പാരായണം ചെയ്യുകയാണ്. ഇന്നലദൈനാ അൻകാലം വജഹീമാ. ആ
നരകത്തിന്റെ രംഗം പറയുന്ന ആയത്ത് അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തിളച്ച എണ്ണ മുക്കുന്നത്. അറിഞ്ഞില്ല ഉപ്പാ, അറിഞ്ഞില്ല ഉപ്പാ. ഉർവതങ്ങള് പടച്ചവനെ അവസാനം ബോധം കെട്ട് താഴെ വീഴുകയാ. റബ്ബേ, അതാ റളിയല്ലാഹു തആല ബോധം കെട്ട് താഴെ വീഴുകയാണ്. പെങ്ങളെ, ഇതിനാ മോളെ നിസ്കാരമെന്ന് പറയുന്നത്, ഇതിനാ ഉമ്മ നിസ്കാരമെന്ന് പറയുന്നത്. നീ ഒരു കൊതുവ് കടിച്ചാൽ അറിയുന്നവളല്ലേ? നിന്റെ ചെവിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുവങ്ങാണമെന്ന് മൂടിക്കൊണ്ടുപോയാ അതുപോലും നമ്മൾ അറിയുന്നവരാ. എന്നാ ഉറുവതങ്ങള് നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ കാല് വെട്ടി മുറിച്ചിട്ടറിഞ്ഞില്ല. വൈദ്യന്മാർക്ക് സങ്കടമായി. പടച്ചവനെ, ഉറുവതങ്ങൾക്ക് ബോധം വരുമ്പോ കാല് മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞ സങ്കടം വരുമല്ലോ. അതുകൊണ്ട് അവര് വല്ലാത്ത ടെൻഷനിലാണ്. അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ഉറുവതങ്ങളുടെ കുടുംബക്കാരൻ ഓടി വരുന്നത്. ഉറുവതങ്ങളെ തെരഞ്ഞുകൊണ്ടൊരു കുടുംബക്കാരൻ ഓടി വരികയാണ്. അവിടെ നിന്ന് ചോദിച്ചു, എന്തേ ഉറുവതങ്ങൾ എവിടെ, എന്തിനാ തിരക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഉറുവതങ്ങളുടെ ഏറ്റവും ചെറിയ മകന് ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു. മരണം പറയാമെന്നതാണ്. കാല് മുറിച്ചിട്ടിരിക്കുകയാ. തന്റെ പൊന്നാര മകൻ മരിച്ചിരിക്കുകയാണ്. അവസാനം ഉറുവതങ്ങൾക്ക് ബോധം വന്നു. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കരിച്ചു കൊണ്ടിരുന്നപ്പോ കാല് മുറിച്ചു മാറ്റി തങ്ങളെ. ഇന്നാലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുകയാണ്. കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോ ഇന്നാലില്ലാഹ് അൽഹംദുലില്ലാഹ്. കുടുംബക്കാരൻ പറഞ്ഞു, തങ്ങള് ഏറ്റവും ചെറിയ മകനും മരണപ്പെട്ടു പോയി തങ്ങള്. ഇന്നാലില്ലാഹ് അൽഹംദുലില്ലാഹ്. വൈദ്യന്മാര് ചോദിക്കുകയാണ്, കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോ എന്തിനാ അൽഹംദുലില്ലാ പറയുന്നത്? ഉറുവതങ്ങള് പറയുകയാണ്, രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ അല്ല തിരിച്ചെടുത്തുള്ളൂ. എന്തിനാ തങ്ങളെ മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ പറയുന്നത്? അല്ലാഹു എന്റെ മക്കളിൽ ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കിയുള്ള മക്കൾ അല്ലാഹു എനിക്ക് ബാക്കി വെച്ചല്ലോ. ഇത് പറഞ്ഞിട്ട് കരയുകയാണ്. ഇത് പറഞ്ഞിട്ട് ഉറുവതങ്ങളുടെ സങ്കടത്തോടെ കരയുകയാണ്. എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? മകൻ മരിച്ചെന്ന് പറഞ്ഞ പറയാത്ത മനുഷ്യരു, കാല് മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞപ്പ കരയാത്ത ഉറുവതങ്ങളോട് ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെട്ട് കരയുന്നത് എന്തിനെന്ന് ചോദിച്ചപ്പോ ഉറുവതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാ, ഇനി ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ.